ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററിലെ 6ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ടാൻജൻസ് ഫ്രം ഔട്ട്സൈഡ് എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്കിൻ്റെ പേര്. ഒരു സർക്കിളിൻ്റെ പുറത്തുള്ള പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്ന ടാൻജൻസിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു സർക്കിളിൻ്റെ പുറത്തുള്ള ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് നമുക്ക് ഇതുപോലെ അനേകം വരകൾ വരയ്ക്കാൻ പറ്റും. പക്ഷെ അതിനകത്ത് 2 ലൈൻ മാത്രമേ ടാൻജന്റ് ആയിട്ട് വരുള്ളൂ. അതായത് ഫ്രം എ പോയിന്റ് ഔട്ട്സൈഡ് സർക്കിൾ വി ക്യാൻ ഡ്രോ ഓൺലി 2 ടാൻജൻസ്. പുറത്തുള്ള ഒരു പോയിന്റ് ചെയ്ത് സർക്കിളിലേക്ക് 2 ടാൻജന്റ് വരയ്ക്കാൻ പറ്റുള്ളൂ. ഈ നീല നിറത്തിൽ കൊടുത്തിരിക്കുന്ന ടാൻജന്റ് ആണ്. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. ഇൻ ദി ഫിഗർ 2 സർക്കിൾസ് ഇന്റർസെക്ട് അറ്റ് എ ആൻഡ് ബി. എയിലും ബിയിലും ഇന്റർസെക്ട് ചെയ്യുന്നു എങ്കിൽ prove that PA and PB are tangents to the blue circle. ഈ ബ്ലൂ സർക്കിളിന്റെ ടാൻജന്റ് ആണ് PA യും PB യും എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ടാൻജന്റ് ഒരു ലൈൻ ഒരു സർക്കിളിലേക്ക് വരയ്ക്കുന്ന ഒരു പോയിന്റിലൂടെ വരയ്ക്കുന്ന ലൈൻ ടാൻജന്റ് ആവണമെങ്കിൽ അത് റേഡിയസിന് പെർപെൻഡിക്കുലർ ആവണം. റേഡിയസിന് പെർപെൻഡിക്കുലർ ആവുമ്പോഴേ ടാൻജന്റ് ആവുള്ളൂ. അതായത് സർക്കിളിലെ ഒരു പോയിന്റിലൂടെ വരയ്ക്കുന്ന ലൈൻ ആ പോയിന്റിലൂടെയുള്ള റേഡിയസിന് പെർപെൻഡിക്കുലർ ആകുമ്പോൾ ആണ് അത് അതിന്റെ ടാൻജന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ പി എയും പി ബിയും ടാൻജന്റ് എന്ന് പറയാൻ എന്ത് ചെയ്താൽ മതി? പി എ പെർപെൻഡിക്കുലർ ടു എ ക്യു എന്ന് പ്രൂവ് ചെയ്താൽ മതി. അതായത് എ ക്യു എന്ന റേഡിയസിന് പെർപെൻഡിക്കുലർ ആണ് പി എ എന്ന് പറഞ്ഞാൽ ഈ ക്യാൻ സേ ദാറ്റ് പി എ ആൻഡ് പി ബി ആർ ടാൻജന്റ്സ്. അപ്പോൾ പി എ പെർപെൻഡിക്കുലർ ടു എ ക്യു എന്ന് പറയാൻ ഇതൊരു സെമി സർക്കിൾ ആണ്. എത്രയും വരച്ച സർക്കിളിലെ ഡയമീറ്റർ അത്. അപ്പോൾ എ പി ക്യു എന്ന് പറഞ്ഞ സെമി സർക്കിളിലെ ആംഗിൾ ആണ് ആംഗിൾ പി എ ക്യു. പി എ ക്യു എന്ന് പറഞ്ഞ സെമി സർക്കിളിലെ ആംഗിൾ ആണ് ആംഗിൾ പി എ ക്യു. അപ്പോൾ സെമി സർക്കിളിലെ ആംഗിൾ 90 ആണെന്ന് നമുക്കറിയാം. സോ ആംഗിൾ പി എ ക്യു എത്രയാണ്? 90 ആണ്. അപ്പോൾ ആംഗിൾ പി എ ബി ഈക്വൽ ടു 90 ഡിഗ്രി ബിക്കോസ് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. ഇതൊരു സെമി സർക്കിൾ ആണ്, അതുകൊണ്ട് സെമി സർക്കിളിലെ ആംഗിൾ 90 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പി എ വന്നു. സോ പി എ ഈസ് പെർപെൻഡിക്കുലർ ടു ദ റേഡിയസ് ക്യു എ. ക്യു എ എന്ന റേഡിയസിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് എ എന്ന പോയിന്റിലുള്ള ടാൻജന്റ് ആണ് പി എ. അപ്പോൾ പി എ ഈസ് ദി ടാൻജന്റ് ടു സർക്കിൾ. ഇതുപോലെ പി ബിയും എന്താണ്? ടാൻജന്റ് ആണ്, കാരണം റേഡിയസിന് പെർപെൻഡിക്കുലർ ആണ്. ക്ലിയർ ആയ പറഞ്ഞത്? അപ്പൊ ഈ സെമി സർക്കിളിലെ ആംഗിൾ ആയതുകൊണ്ടാണ് 90 ആയത്. അപ്പോ ഈ പോയിന്റ് കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ സർക്കിളിലേക്ക് പി എന്ന പോയിന്റിൽ നിന്ന് ടാൻജന്റ് വരയ്ക്കണമെങ്കിൽ പി എന്ന പോയിന്റിൽ നിന്ന് ഈ സർക്കിളിലെ ആ പോയിന്റ് ഓഫ് കോണ്ടാക്ട് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? ഈ പി ക്യു ഡയമീറ്റർ ആയ സർക്കിളും ഈ ചെറിയ സർക്കിളും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടെത്തിയിട്ട് അതിട്ട് ജോയിൻ ചെയ്താൽ മതി. ക്ലിയർ ആയ പറഞ്ഞത്? അപ്പോൾ സിമിലർലി പി ബി ഈസ് എ ടാൻജന്റ് ടു ദി സർക്കിൾ. ഒരു ക്വസ്റ്റ്യൻ. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 സെന്റിമീറ്റർ ആൻഡ് ഡ്രോ ടാൻജൻസ് ടു ഇറ്റ് ഫ്രം എ പോയിന്റ് 7 സെന്റിമീറ്റർ അവേ ഫ്രം ദി സെന്റർ. ഒരു 2.5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ച് ആ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് 7 സെന്റിമീറ്റർ അകലെയുള്ള ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ആ പോയിന്റിൽ നിന്ന് ടാൻജന്റ് സർക്കിളിലേക്ക് വരയ്ക്കണം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ സർക്കിളിന്റെ എത്ര സെന്റിമീറ്റർ അകലെ? സെന്ററിൽ നിന്ന് 7 സെന്റിമീറ്റർ അകലെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് ടാൻജന്റ് വരയ്ക്കുക. ടാൻജന്റ് വരയ്ക്കുന്നത് വെറുതെ വരച്ചാൽ ടാൻജന്റ് ആവില്ല. എന്ത് ചെയ്യണം? ആ പോയിന്റ് ഓഫ് കോണ്ടാക്ട് കണ്ടെത്തി അതിലേക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ പോയിന്റ് ഓഫ് കോണ്ടാക്ട് കണ്ടെത്തി എന്ത് ചെയ്താൽ മതി? ഇത് ഡയമീറ്ററായ സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരയ്ക്കുമ്പോൾ എന്താ ഗുണം? ഇത് ഡയമീറ്ററായ സർക്കിൾ ആകുമ്പോൾ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ 90 ആവും. രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അപ്പോൾ ഇത് ഡയമീറ്ററായ സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. അതിന് മിഡ് പോയിന്റ് കാണണമല്ലോ. അപ്പോൾ ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ ഇവിടെ കുത്തിയിട്ട് ഒരു ആർക്ക് വരയ്ക്കുക, ഇവിടെ കുത്തിയിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. അപ്പോൾ 7 സെന്റിമീറ്റർ ആയതുകൊണ്ട് മിഡ് പോയിന്റ് എടുത്താലും കിട്ടും. കോമ്പസ് കൊണ്ട് വരയ്ക്കുകയാണ് എപ്പോഴും ആക്യുറസി വരാൻ നല്ലത്. അപ്പോൾ കോമ്പസിൽ മോർ ദാൻ ഹാഫ് എടുത്ത്, അതായത് 7ന്റെ ഹാഫിനേക്കാൾ കൂടുതൽ ലെങ്ത് എടുത്ത് ഒരാർക്ക് വരയ്ക്കുക. അതേ അളവിൽ താഴെ വരച്ചേക്കുക, അതേ അളവിൽ ഈ വശത്ത് നിന്ന് വരയ്ക്കുക. ഇപ്പോൾ 2 ആർക്ക് ഇന്റർസെക്ട് ചെയ്ത ആ പോയിന്റ് ആണ് പെർപെൻഡിക്കുലർ ബൈസെക്ടറിലെ 2 പോയിന്റ് ആണത്. അത് കൂട്ടി വരയ്ക്കുക. കൂട്ടി വരയ്ക്കുമ്പോൾ ആ ലൈൻ ഈ ലൈന് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് സെന്റർ ഓഫ് ദി സർക്കിൾ. ഇത് സെന്റർ ആക്കി ഇത് റേഡിയസ് ആക്കി സർക്കിൾ വരയ്ക്കുക.
അപ്പോൾ കണ്ടോ ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ആംഗിൾ ഇങ്ങനെ വരുന്നത് 90 ആയിരിക്കും. അതായത് ടാൻജൻറ്റ് ഇത് റേഡിയസിന് പെർപെൻഡിക്കുലർ ആയ ലൈനാണ്. അപ്പോൾ ഇത് വരച്ചു കഴിഞ്ഞാൽ ഇത് ടാൻജൻറ്റ് ആവും. അപ്പോൾ പോയിന്റ് ഓഫ് കോണ്ടാക്ട് കണ്ടെത്താൻ നമ്മൾ ചെയ്ത് എന്താണ്, ഇത് ഡയമീറ്റർ ആയ ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഏത് സർക്കിളിലേക്കാണോ ടാൻജൻറ്റ് വരയ്ക്കേണ്ടത് അതിൻ്റെ സെൻറ്ററും എക്സ്റ്റേണൽ പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്ത് കിട്ടുന്ന ലൈൻ ഡയമീറ്റർ ആയിട്ടൊരു സർക്കിൾ വരയ്ക്കുന്നു. ആ രണ്ട് സർക്കിളും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലേക്ക് നമ്മൾ ടാൻജൻറ്റ് വരയ്ക്കുന്നു. അപ്പോൾ ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ട് കൃത്യം കിട്ടിക്കഴിഞ്ഞാൽ ഈ രണ്ട് പോയിന്റും ജോയിൻ ചെയ്യുന്നതാണ് കൃത്യമായിട്ട് വെറുതെ വരച്ച് കഴിഞ്ഞാൽ എന്താവില്ല, ടാൻജൻറ്റ് ആവില്ല. ക്ലിയർ ആയ പറഞ്ഞേ ഈ ലെങ്തും അളന്നെഴുതാൻ സാധാരണ പറയാറുണ്ട്, അങ്ങനെയും അളന്നെഴുതാം. വേറെ ഒരെണ്ണം, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm ആൻഡ് ഡ്രോ ടാൻജൻസ് ടു ഇറ്റ് ഫ്രം എ പോയിന്റ് 7.5 cm away from its center. സെന്ററിൽ നിന്ന് 7.5 cm അകലെ, അതായത് സർക്കിളിന്റെ റേഡിയസ് 3 cm ആണ്. അപ്പോൾ 3 cm റേഡിയസിൽ സർക്കിൾ വരച്ചു. സെന്ററിൽ നിന്ന് 7.5 cm അകലെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, ഇത് ഡയമീറ്റർ ആയ ഒരു സർക്കിൾ വരയ്ക്കണം. അപ്പോൾ ഇത് ഡയമീറ്റർ ആയ സർക്കിൾ വരയ്ക്കാൻ ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടെത്തണം. ഇവിടെ നമുക്ക് സ്കെയിൽ ചെയ്ത് തീർക്കാൻ പറ്റില്ല, 7.5ന്റെ ഹാഫ് സ്കെയിൽ ചെയ്ത് തീർക്കില്ലല്ലോ. അപ്പോൾ ഇവിടെ കുത്തിയിട്ട് മോർ ദാൻ ഹാഫ് എടുത്ത് ഒരു ആർക്ക് വരയ്ക്കുക. അതുപോലെ ഇവിടെ നിന്നും മോർ ദാൻ ഹാഫ് എടുത്ത് ഇവിടെ നിന്ന് എടുത്ത അതേ അളവിൽ ഇവിടെ നിന്ന് എടുക്കുക. അതുപോലെ താഴെയും വരയ്ക്കുക. രണ്ടും കൂടി ഇന്റർസെക്റ്റ് ചെയ്ത പോയിന്റ് കൂട്ടി വരയ്ക്കുക. അപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും. പെർപെൻഡിക്കുലർ ബൈസെക്ടർ കടന്നു പോകുന്ന പോയിന്റ് ആണ് മിഡ് പോയിന്റ്. അത് സെന്ററാക്കി സർക്കിൾ വരയ്ക്കുക. അപ്പോൾ അതാ ഇങ്ങനെ ഒരു സർക്കിൾ കിട്ടി. ഈ രണ്ട് സർക്കിളും ഇന്റർസെക്റ്റ് ചെയ്ത പോയിന്റ് ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇതാണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അപ്പോൾ റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ലൈൻ ഈ പോയിന്റിലൂടെ വരുന്ന ലൈൻ വരാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയ പോയിന്റാണിത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ രണ്ട് ടാൻജൻറ്റും കിട്ടി. അപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ടാണ്, പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഓരോ സർക്കിളും ആ സർക്കിളിൻ്റെ പുറത്തുള്ള ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്ന ടാൻജൻറ്റും. അപ്പോൾ ദി 2 ടാൻജൻറ്റ് ഫ്രം പോയിന്റ് ടു എ സർക്കിൾ ആർ, ഈ രണ്ട് ടാൻജൻറ്റ് ഒരേ ലെങ്തുള്ളായിരിക്കും. അതിപ്പോൾ 6.9, ഇത് 6.9 ആണ്. അങ്ങനെ ടാൻജൻറ്റ് ലെങ്ത് എപ്പോഴും ഒരു പോയിന്റിൽ നിന്ന് ഒരു സർക്കിളിലേക്ക് വരയ്ക്കുന്ന ടാൻജൻറ്റ് എല്ലാം ഒരേ ലെങ്തുള്ളതായിരിക്കും. രണ്ട് ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആയ പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ 2 പ്രോബ്ലംസാണ് ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.